കേന്ദ്രമന്ത്രിയും ബി.ജെ.പി. ദേശീയ അധ്യക്ഷനുമായിട്ടുള്ള ജെ.പി. നദ്ദയുടെ ഒരു പ്രതികരണത്തിലേക്കാണ് നമ്മൾ അടുത്തത് ഇനി പോകുന്നത്. എന്തായാലും ഹേമ കമ്മിറ്റി വിഷയം അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നതിനിടയിലാണ് കേരള സർക്കാരിനെതിരെ വിമർശനം അദ്ദേഹം ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരളം കുറ്റകൃത്യങ്ങളുടെയും അഴിമതിയുടെയും നാടായി മാറിയിട്ടുണ്ട് എന്നൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. Now Kerala becoming a land of violence. Kerala is becoming a land of corruption. The political leaders have lost their moral value. All are under the shade of corruption. If I talk about the cooperative scams, the disappropriation in Karuvallur Bank, misappropriation to the tune of 300 crores. If I talk about the Malyapura Service Cooperative Bank, the loss is about 83 crores. I am very sorry to say that in Hema Committee's report. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ വിനയ ചേരുന്നുണ്ട്. വിനയ, എന്തായാലും അദ്ദേഹം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ്. അതിനിടയിൽ ഇത് ദേശീയ തലത്തിലൊക്കെ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ഈ പാലക്കാട്ട് വന്ന് ഇത്തരം ഒരു പ്രസ്താവന നടത്തുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം കരുവന്നൂർ ബാങ്കിനെ കുറിച്ചൊക്കെ നേരത്തെയും പല സന്ദർഭങ്ങളിലും വ്യക്തമാക്കിയിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇപ്പോഴും അഴിമതിയുടെ ഒരു നാടായി മാറിയിരിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയൊക്കെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഭദ്ര, പാലക്കാട് ബി.ജെ.പി. സംഘടിപ്പിച്ച ഈ പൗരന്മാരുടെ സംസാരത്തിനിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഈ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമായി ജെ.പി. നദ്ദ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും അദ്ദേഹം പല വിഷയങ്ങളിൽ ഈ കരുവന്നൂർ വിഷയം ഉൾപ്പെടെ ഹേമ കമ്മിറ്റി കൂടാതെ വയനാട് ദുരന്തം ഉൾപ്പെടെ നിരവധി വിഷയങ്ങളിലാണ് അദ്ദേഹം ഈ പ്രതികരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കേരളം അഴിമതിയുടെ നാടായി മാറിയെന്നാണ് ഈ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷനായിട്ടുള്ള ഈ ജെ.പി. നദ്ദ പ്രധാനമായും ഉന്നയിച്ച ആരോപണം. അതിനുദാഹരണമാണ് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. അദ്ദേഹം പല വേദികളിലായി ഈ കരുവന്നൂരിന്റെ വിഷയത്തിൽ തന്നെ നിരവധി പ്രതികരണങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുദാഹരണമാണ് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ്. കൂടാതെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം വലിയ രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അഴിമതിയിൽ നിന്നും മുക്തമല്ല. കൂടാതെ ഈ ഓഫീസ് കള്ളക്കടത്തിന്റെ കേന്ദ്രമായി മാറിയെന്നാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ഇപ്പോൾ കേരളത്തിനകത്തും കൂടാതെ ഈ കത്തി നിൽക്കുന്ന വിഷയമാണ് ഈ ഹേമ കമ്മിറ്റി വിഷയം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനടക്കം അദ്ദേഹം നിരവധി വിമർശനങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരള സർക്കാർ പലതും ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ ഈ സർക്കാർ ഉറ്റവരെ സംരക്ഷിക്കാനുള്ള ശ്രമമാണ് ഈ മുഴുവൻ റിപ്പോർട്ടും പുറത്ത് വിടാത്തതിലൂടെ പ്രധാനമായും നടത്തുന്നത്. ഈ പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ സ്വന്തം ആളുകളുണ്ടെന്ന ബോധ്യം CPM-നുണ്ട്. അതുകൊണ്ടാണ് പ്രധാനമായും ഇത്തരത്തിൽ റിപ്പോർട്ട് ഒളിച്ചു വെക്കാനുള്ള ശ്രമം നടത്തുന്നത് എന്നാണ് ഈ ജെ.പി. നദ്ദ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഈ നടപടിയെടുക്കുന്നതിൽ ഈ കുറ്റാരോപിതരായവർക്കെതിരെ നടപടിയെടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വലിയ തരത്തിലുള്ള ഒരു വീഴ്ച നടത്തുന്നു. അത് വൈകിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഈ നീതി നടപ്പാക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും അദ്ദേഹം ഈ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ വേദിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ നമുക്കറിയാം ഈ ആരോപണ വിധേയരായിട്ടുള്ള നിരവധി പേരാണ് ഈ CPM-ലുള്ളത്. ഇത്തരത്തിൽ CPM-ലുള്ള നിരവധി പേര് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട് എന്നത് സംസ്ഥാന സർക്കാരിന് അറിയാം. അതുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഒളിച്ചു വെക്കുന്നത്. എന്തുകൊണ്ടാണ് ഒളിച്ചു വെക്കുന്നതെന്നും കൂടാതെ മുഴുവൻ റിപ്പോർട്ടും പുറത്തുവിടണമെന്നും ഈ ജെ.പി. നദ്ദ ഈ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ ദേശീയ തലത്തിൽ ഈ CPM-ഉം കോൺഗ്രസും ഒറ്റക്കെട്ടായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അഴിമതി പുറത്തു വരാത്തത് എന്നതടക്കം അദ്ദേഹം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചും നിരവധി ആരോപണങ്ങളാണ് ജെ.പി. നദ്ദ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ വയനാട് ദുരന്തത്തെ കുറിച്ചടക്കം അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. പ്രധാനമായും ഈ വയനാട് ദുരന്തത്തിന് പ്രധാന കാരണം മുഖ്യമന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും വീഴ്ച എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ കേന്ദ്രവും NDRF-ഉം നേരത്തെ തന്നെ ഈ സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അത് അവഗണിച്ചതാണ് വലിയ ദുരന്തമുണ്ടാകാൻ കാരണമെന്നാണ് ജെ.പി. നദ്ദ പ്രധാനമായും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സംസ്ഥാന സർക്കാർ കൃത്യസമയത്ത് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ദുരന്തത്തിന് ഇത്ര ആഘാതം ഉണ്ടാവില്ലായിരുന്നു. കൂടാതെ ഈ BJP കേരളത്തിൽ വളർന്നു വരികയാണെന്നും ഈ ജെ.പി.
നദ്ദ ഈ വേദിയിൽ അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2014 ശേഷം രാഷ്ട്രീയ സംസ്കാരം തന്നെ മാറിയിട്ടുണ്ട്. കേരളത്തിൽ ബി ജെ പി ഇപ്പോൾ വളർന്നു വരികയാണ്. കോൺഗ്രസും CPM-ഉം വോട്ട് ബാങ്കിന് വേണ്ടിയിട്ടാണ് ഈ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എന്നടക്കം ആരോപണം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും പാലക്കാട് നടന്ന ഒരു പൊതുപരിപാടിയിലാണ് ഇത്തരത്തിൽ JP നദ്ദ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. പല വിഷയങ്ങളിലായിട്ടാണ് JP നദ്ദ കേരള സംസ്ഥാന സർക്കാരിനെ വലിയ രീതിയിൽ വിമർശിച്ചിരിക്കുന്നത്. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിനടക്കം വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി മുഴുവൻ റിപ്പോർട്ടും ഉടനെ തന്നെ പുറത്തുവിടണമെന്നും ഈ കുറ്റാരോപിതരായവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ പാലക്കാട് സംഘടിപ്പിച്ച പരിപാടിയിലാണ് JP നദ്ദയുടെ ഈ പ്രതികരണം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഭദ്ര, വ്യക്തമാണ് വിനയ. എന്തായാലും വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്തായാലും ഇത് ചില കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു സർക്കാർ. തങ്ങൾക്ക് ബന്ധമുള്ള ആരൊക്കെയോ റിപ്പോർട്ടിനകത്തുണ്ട്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് പുറത്തു വരരുത് എന്ന രീതിയിൽ സർക്കാർ പെരുമാറുന്നത് എന്നായിരുന്നു JP നദ്ദ ആദ്യം പറഞ്ഞത്. ഇതിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് കഴിഞ്ഞ ദിവസമാണ് EP ജയരാജനെതിരെ നടപടി ഉണ്ടായത്. ഇത് BJP CPM ബന്ധം വലിയ രീതിയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് CPM കോൺഗ്രസും തമ്മിൽ കേന്ദ്രത്തിൽ ഒരു കൈകോർക്കലുണ്ട് എന്നൊരു സൂചന അദ്ദേഹം നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്.